എന്റെ ഏറ്റവും വലിയ ഭാഗ്യം. സത്യം? എന്നാ എനിക്കൊരു 15,000 രൂപയുടെ കാഞ്ചീപുരം പട്ടുസാരി വാങ്ങിച്ചു തരൂ ചേട്ടാ. 15,000 രൂപയുടെ കാഞ്ചീപുരം പട്ടുസാരി. കഴിഞ്ഞ ആഴ്ചയിലടി 9,500 രൂപയുടെ കാഞ്ചീപുരം പട്ടുസാരി നിനക്ക് വാങ്ങിച്ചത്. അതിന് നിങ്ങൾ ഇങ്ങനെ 9,000 പറഞ്ഞ് വീട്ടിൽ നീട്ടൻ എന്തിനാണ്? 9,000ന്റെ ഒരു പട്ടുസാരി. ആ സാരി എവിടെ? ആ സാരി എവിടെ? അത് ഞാൻ വെയിലത്ത് ഉണക്കായിട്ട് ആരും എടുത്തോണ്ട് പോയി. എത്ര നിസ്സാരമായിട്ടാണ് നീ പറയണത്. ഇടി ആ 9,500 ഉണ്ടാക്കാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാമോ? നിനക്ക് പൈസക്കൊന്നും ഒരു വിലയിലടി. എന്നൊക്കെ പറഞ്ഞാൽ സാരി വാങ്ങിച്ചു തരാൻ പറ്റൂല. അപ്പൊ നിങ്ങൾ വാങ്ങിച്ചു തരൂല? ഇനി എന്റെ അടുത്ത് വായ കാണിച്ചു തരാം ഞാൻ. ഞാൻ പറയണോ? 15,000ന്റെ കാഞ്ചീപുരം പട്ടുസാരി കിട്ടാതെ എന്റെ ദേഹത്ത് തൊട്ട് പോരുത്. ദൈവമേ, സ്വന്തം ഭാര്യയെ തൊട നോക്കി 15,000 രൂപയുടെ കാഞ്ചീപുരം പട്ടുസാരി വാങ്ങിക്കേണ്ടത് കേൾക്കത്ത വർഷമാണ്. ശരി, ഇത് നിന്നെ പറഞ്ഞാൽ മതിയല്ല. എന്തോ സ്വഭാവം നിന്റെത്. നിന്റെ കെട്ടിയതുപോലെ കുഴപ്പമാണ്. നിങ്ങൾക്കറിയാവോ, നിങ്ങൾ എന്നെ കെട്ടാൻ വരുന്നതിന് മുന്നേ എനിക്ക് എന്തെങ്കിലും നല്ല ആലോചന വന്നെന്ന് അറിയാവോ? എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്താണ്? നിന്റെ അച്ഛന്റെ കൂടാലോചന എന്റെ അടുത്തുള്ള. അല്ലെങ്കിൽ ആഡംബര പ്രിയ നിന്നെ കെട്ടി എന്റെ മുഖത്തൊക്കെ പറഞ്ഞ ആഡംബരമാണെന്ന്. ഏതെങ്കിലും പെണ്ണുകളെ വീട്ടിൽ ഇത്രയും മേക്കപ്പ് ഇട്ടുകൊണ്ട് നിൽക്കോടി? ഇത്രയും വലിയ പട്ടുസാരി കൊടുത്ത് നിൽക്കോ? ആഡംബരമല്ലേ? അങ്ങനെ കൊടുത്ത് നിൽക്കും. ആ സീതാ കല്യാണത്തിന് അമ്മായിയമ്മ രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നാ പോലെ ഇതേപോലെയാണ് പറഞ്ഞത്. എന്താ സീതാ കല്യാണത്തിന് അമ്മായിയമ്മേ? കുറെ പാവപ്പെട്ട ഭർത്താക്കന്മാരോടെ ജീവിക്കുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കണം. നിന്റെ സീതാ കല്യാണത്തിന് അമ്മ ആഡംബരം. നിങ്ങളിങ്ങനെ ആഡംബരം പറയില്ലേ? കഴിഞ്ഞ ആഴ്ച രമയുടെ കല്യാണത്തിന് പോയപ്പോ ഞാൻ ഈ പട്ടുസാരിയുടെ തുമ്പിൽ 2 നൂല് ഇളവിയിരുന്നു. നിങ്ങൾക്കറിയാവോ? 2 നൂല്. എന്നിട്ട് പോലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉടുത്തിട്ട് പോയില്ലേ? എന്നെയാണ് ആഡംബരം എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ പറയണ 2 നൂലിളവിരുന്നേന് നിനക്ക് വിഷമായി പോയി, നാണക്കേടായി പോയി. കഷങ്കരി ഉടുപ്പോട്ട് വേണ്ടി കല്യാണത്തിന് പോയി. അറിയാമോ? കള്ളം പറയില്ലേ? നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞത് കൈ വിളിക്കുന്നതുകൊണ്ടാണ് കെട്ടി തൂക്കിട്ടോണ്ട് നടക്കണമെന്നാണല്ലോ പറഞ്ഞ. ശരി പോത്തെ, എന്റെ കീറി കാശ് ആരും കാണാതിരിക്കാനാ കൈ വിളിക്കാൻ കള്ളം പറഞ്ഞത്. അതെന്തായാലും നന്നായി. അത്രയും ഗതികെട്ടാണ് ഞാൻ ജീവിക്കുന്നത്. നീയും നിന്റെ കുടുംബക്കാരും എന്നെ തൊലയ്ക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. നിന്റെ അച്ഛനെ നാട്ടുകൾ എല്ലാവർക്കും അറിയാം. അയാൾ 2 പെണ്ണ് കെട്ടി. ഈ 2 പെണ്ണുകൾ കളഞ്ഞിട്ട് പോയി. മക്കളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. ഇപ്പൊ കാശിയിലെ രാമേശ്വരത്തെ എവിടെയുണ്ട്. അങ്ങനെ ചീപ്പ് കുടുംബമല്ലേ നിന്റത്? എന്റെ അച്ഛന് ചുണയുള്ളതുകൊണ്ട് 2 കെട്ടി. ഇതാണേ വലിയ ചോണ. സത്യം പറഞ്ഞ വീടല്ല, പുറമേ നോക്കുമ്പോ നല്ല ഭംഗിയാണ്. ഇത് തീക്കട്ട ചൂളയാണ്. അകത്ത് നിന്ന് ഞാൻ വെന്തൊരുപാട്. പാറ്റേ പേടിയാ? എവിടെ പാറ്റ? ഇവിടെ വന്നിരുന്നു. ഞാൻ തട്ടിക്കളഞ്ഞിട്ട് വന്നു. എന്റെ പാറ്റേ, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതാണ്? അടുത്ത ജന്മമെങ്കിൽ എനിക്കൊരു പാറ്റയായിട്ട് ജനിക്കണം. എന്തിന്? നിന്നെ പേടിപ്പിക്കാൻ. എന്നാൽ നിങ്ങൾ പാറ്റയായിട്ട് വന്ന് ഞാൻ അവിടെ തേക്ക് ഞാൻ അവിടെ ഇട്ട്. അപ്പൊ അടുത്ത ജന്മം എനിക്ക് തേപ്പുറപ്പായി.